ഹലോ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഇലക്ട്രിക് കറണ്ട് എന്നും എന്താണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്നും നോക്കി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കണ്ടക്ടറിൻ്റെ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൻ്റെ 2 എൻഡ്സ് തമ്മിലുള്ള വോൾട്ടേജ് ഡിഫറൻസ്, അതായത് 2 എൻഡ്സിലും വോൾട്ടേജ് ഉണ്ടാവും. ആ വോൾട്ടേജ് തമ്മിലുള്ള ഡിഫറൻസിനെ പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇവിടെ ഒരു ഫിഗർ ഉണ്ട്. ഈ ഒരു ഫിഗർ ഈ ഒരു എലമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കറണ്ട് ക്യാരിയിങ് ആയിട്ടുള്ള എലമെന്റ് ആണ്. ഇതിൽ ഈ ഒരു കറണ്ട് ക്യാരിയിങ് എലമെന്റിലൂടെയുള്ള വോൾട്ടേജ് എത്രയാണ്, ഇതിലൂടെയുള്ള ഒരു വോൾട്ടേജ് അക്രോസ് ദ എലമെന്റ് എത്രയാണ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ വർക്ക് ഡൺ ബൈ ചാർജ്. വർക്ക് ഡൺ എന്താണെന്നും ചാർജ് എന്താണെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയായിരുന്നു. ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറുടെ വോൾട്ടേജ് അക്രോസ് ദ കണ്ടക്ടർ, വോൾട്ടേജ് അക്രോസ് ദ പോയിന്റ്സ് നമുക്ക് കാണണമെങ്കിൽ വർക്ക് ഡൺ ബൈ ചാർജ് ആണ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ കാണുന്നുണ്ട്, ഇവിടെ 2 പോയിന്റ്സ് ഉണ്ട്, എ ആൻഡ് ബി. എയിൽ പോസിറ്റീവ് സൈൻ ആണുള്ളത്, ബിയിൽ നെഗറ്റീവ് സൈൻ ആണുള്ളത്. വി എ ബി എന്നാണ് നമ്മൾ വോൾട്ടേജ് അക്രോസ് ദ കണ്ടക്ടറിൽ മെൻഷൻ ചെയ്യുക. അതെന്തിനാണ് വി എ ബി എന്ന് മെൻഷൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വി എ ബി എന്ന് പറഞ്ഞ നൊട്ടേഷൻ കൊണ്ട് എന്തൊക്കെ നമുക്ക് മനസ്സിലാക്കാമെന്ന് വെച്ചാൽ, എ എന്ന് പറഞ്ഞുള്ള പോയിന്റിലാണ് ഹയസ്റ്റ് വോൾട്ടേജ് ഉള്ളത്, ബി എന്ന് പറഞ്ഞ പോയിന്റിലാണ് ലോവസ്റ്റ് വോൾട്ടേജ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതായത് വി എ ബി എന്ന് പറഞ്ഞുള്ള ഡിഫൈൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വോൾട്ടേജ് അറ്റ് പോയിന്റ് എ റിലേറ്റീവ് ടു പോയിന്റ് ബി. ഓക്കെ, ഇപ്പം അത് വി ബി എ ആണെങ്കിൽ വോൾട്ടേജ് അറ്റ് പോയിന്റ് ബി റിലേറ്റീവ് ടു പോയിന്റ് എ ആയിരിക്കും. വി ബി എ ആവുന്ന സമയത്ത് ബിയിലായിരിക്കും പോസിറ്റീവ് സൈൻ ഉണ്ടാവുക ആൻഡ് എയിലായിരിക്കും നെഗറ്റീവ് സൈൻ ഉണ്ടാക്കുക. അങ്ങനെയായിരിക്കും നമ്മൾ ഈ ഒരു വോൾട്ടേജ് അക്രോസിനെ പേര് നമ്മൾ ഡിഫൈൻ ചെയ്യുക. അതായത് വി എ ബി വിച്ച് മീൻസ് എയിലാണ് പോസിറ്റീവ് ആൻഡ് ബിയിലാണ് നെഗറ്റീവ്. സപ്പോസ് ഇപ്പോൾ വി ബി എ ആണെങ്കിൽ വോൾട്ടേജ് ബിയിലായിരിക്കും പോസിറ്റീവ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ് ഇലക്ട്രിക് സർക്യൂട്ട്. ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് കണക്ഷൻ ആണ്. കുറേ ഇലക്ട്രിക് എലമെന്റ്സ് കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിനെ പറയുന്ന പേരാണ് ഇലക്ട്രിക് സർക്യൂട്ട്. നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ടിൽ വോൾട്ടേജ് സോഴ്സ് ഉണ്ടാവാം, കറണ്ട് സോഴ്സ് ഉണ്ടാവാം, റെസിസ്റ്റർ ഉണ്ടാവാം, ഇൻഡക്ടർ ഉണ്ടാവാം, കപ്പാസിറ്റർ ഉണ്ടാവാം. ഇതെല്ലാം കൂടി കൂടിയ ഒരു ക്ലോസ്ഡ് കണക്ഷൻ എന്ന് പറയുന്ന പേരാണ് ഇലക്ട്രിക് സർക്യൂട്ട്. ഓക്കെ, ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള സർക്യൂട്ട് മോഡലാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. ഒരു വോൾട്ടേജ് സോഴ്സും ഒരു ലോഡും, അതിലൂടെയുള്ള കറണ്ട് പാസിങ് ചെയ്യുന്നതാണ് ഐ വെച്ച് റെപ്രസെന്റ് ചെയ്തത്. കറണ്ടിന്റെ ഫ്ലോ ആണ് ഏരോ മാർക്കിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത്. ഈ ഒരു സർക്യൂട്ടിൽ ഒരു വോൾട്ടേജ് സോഴ്സ് ആണുള്ളത്. നമുക്ക് ഈ ഒരു സർക്യൂട്ടിന് വേണ്ട വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു വോൾട്ടേജ് സോഴ്സും ഒരു റെസിസ്റ്റർ ആണ് നമ്മൾ ലോഡിലായിട്ട് വെച്ചിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു വോൾട്ടേജ് സോഴ്സും റെസിസ്റ്ററും കൂടെ ഒരു ക്ലോസ്ഡ് ലൂപ്പായിട്ട് ആക്ട് ചെയ്യുമ്പോൾ അവിടെ അതൊരു ഇലക്ട്രിക് സർക്യൂട്ട് ആവും. അതിലൂടെ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യും. ഇങ്ങനെ കുറേ സർക്യൂട്ട് എലമെന്റ്സ് ഉണ്ട്. കുറേ സർക്യൂട്ട് എലമെന്റ്സ്, ഒരു 4 ടൈപ്സ് ഓഫ് സർക്യൂട്ട് എലമെന്റ്സ് ഉണ്ട്. അതിൽ ഒന്നാണ് പാസീവ് എലമെന്റ്സ്. എന്താണ് പാസീവ് എലമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ പാസീവ് എലമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ എലമെന്റ്സ് വിച്ച് റിസീവ് എനർജി ഓർ അബ്സോർബ് എനർജി വിച്ച് ഈസ് കോൾഡ് പാസീവ് എലമെന്റ്സ്. അതായത് റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ, ഇതിനൊക്കെയാണ് പാസീവ് എലമെന്റ്സ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് പാസീവ് എലമെന്റ്സ് മനസ്സിലാക്കാൻ പറ്റുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ടിൽ നമ്മൾ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില എലമെന്റ്സ് ഹീറ്റ് ഫോം ചെയ്യും. അതായത് തൊട്ടുണ്ടെങ്കിൽ ചൂടുണ്ടാവും. ആ ഒരു ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ഹീറ്റാണ് ഒരു എലമെന്റ് ഡിസിപ്പേറ്റ് ചെയ്യണത്. പുറത്തേക്ക് ഒരു ഹീറ്റിന്റെ ഫോമിലാണ് ഒരു എനർജി പുറത്തേക്ക് വരുന്നത് ഓരോ എലമെന്റിനെങ്കിൽ ആ എലമെന്റിനും അതൊരു പാസീവ് എലമെന്റ് ആയിരിക്കും. അങ്ങനെയുള്ള എലമെന്റ്സ് ആണ് റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ. ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ ഇങ്ങനെ മൂന്ന് എലമെന്റ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ഒരു ഹീറ്റ് അവിടെ ഉണ്ടാവും അത് തൊട്ട് നോക്കുമ്പോൾ. നെക്സ്റ്റ് ആക്റ്റീവ് എലമെന്റ്സ്. ആക്റ്റീവ് എലമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സർക്യൂട്ടിൽ എനർജി സപ്ലൈ ചെയ്യുന്ന എലമെന്റ് ആണ് ആക്റ്റീവ് എലമെന്റ്സ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ വോൾട്ടേജ് സോഴ്സ്, കറണ്ട് സോഴ്സ്, ജനറേറ്റർ ആൻഡ് ഇലക്ട്രോണിക് ഡിവൈസസ് ദാറ്റ് റിക്വയർ പവർ സപ്ലൈ. ഇതൊക്കെയാണ് ആക്റ്റീവ് എലമെന്റ്സ്. അതായത് നമ്മുടെ ഏതെങ്കിലും ഡിവൈസിന് നമുക്ക് പവർ സപ്ലൈ റിക്വയർ ആവുന്ന ഏതെങ്കിലും ഇലക്ട്രോണിക് ഡിവൈസസ് ആണ് ആക്റ്റീവ് എലമെന്റ് എന്ന് പറയുന്നത്. അത് സപ്ലൈ ചെയ്യായിരിക്കും എനർജി, നമ്മുടെ സർക്യൂട്ടിന് ആവശ്യമായിട്ടുള്ള എനർജി സപ്ലൈ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ആക്റ്റീവ് എലമെന്റ്സ്. ആൻഡ് ബൈലാറ്ററൽ എലമെന്റ്സ്. ബൈലാറ്ററൽ എലമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ടിനെ രണ്ട് ഡയറക്ഷനിലും
കണ്ടക്ട് ചെയ്യുന്ന എലമെൻറ്റ്സ് ആണ് ബൈലാറ്ററൽ എലമെൻറ്റ്സ്, വിച്ച് മീൻസ് റെസിസ്റ്റർ, ഇൻഡക്ടർ ഒക്കെ രണ്ട് ബോത്ത് ഡയറക്ഷനിലും നമ്മൾ കറണ്ട് കണ്ടക്ട് ചെയ്യുന്നതാണ് ബൈലാറ്ററൽ എലമെൻറ്റ്സ്. യൂണിലാറ്ററൽ എലമെൻറ്റ്സ് എന്ന് പറയുകയാണെങ്കിൽ നേരത്തെ ബൈലാറ്ററൽ പറഞ്ഞതുപോലെ തന്നെ ഒരു ഡയറക്ഷനിലേക്ക് മാത്രമാണ് കറണ്ട് കണ്ടക്ട് ചെയ്യുന്നതെന്ന് ഉണ്ടെങ്കിലാണ് യൂണിലാറ്ററൽ എലമെൻറ്റ്സ്. ബൈലാറ്ററൽ ബോത്ത് സൈഡും കണ്ടക്ട് ചെയ്യും, യൂണിലാറ്ററൽ ഒറ്റ സൈഡിലെ കണ്ടക്ട് ചെയ്യുള്ളൂ. അത് പേരിൽ തന്നെ ഉണ്ട്, യൂണി ആൻഡ് ബൈ ആലോചിച്ചാൽ മതി. ബോത്ത് ഡയറക്ഷനിലും കണ്ടക്ട് ചെയ്യുന്നതാണ് ബൈലാറ്ററൽ. ആൻഡ് യൂണിലാറ്ററൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ ഡയറക്ഷനിലെ കറണ്ട് കണ്ടക്ട് ചെയ്യുന്നുള്ളൂ. അതിന് എക്സാമ്പിൾ ആണ് ഡയോഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ടോപ്പിക്ക്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും അറിയിക്കുക. താങ്ക് യു.